മുസ്ലിം ലീഗ് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് വാടക ചോദിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നു ആരോപണം. ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് 8 വർഷത്തോളമായി പാർട്ടി ₹1 പോലും വാടക നൽകുന്നില്ല. സംഭവത്തെ തുടർന്ന് ലീഗ് നേതൃത്വത്തിനും മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കെട്ടിട ഉടമ പറയുന്നു. കോഴിക്കോട് മാത്തോട്ടത്ത് ലീഗ് പ്രാദേശിക കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണിത്. പുതിയ കെട്ടിടം പണിതിട്ടും തന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിട ഭാഗം വിട്ടു നൽകാൻ പാർട്ടി പ്രാദേശിക ഘടകം തയ്യാറാകുന്നില്ലെന്നാണ് കെട്ടിട ഉടമയുടെ ആരോപണം. മാത്രമല്ല 8 വർഷത്തോളമായി ₹1 പോലും വാടക നൽകാൻ പാർട്ടി തയ്യാറാകുന്നുമില്ല. 8 വർഷമായിട്ട് 9 വർഷത്തോളമായി ഏകദേശം അവരെനിക്ക് വാടക തരുന്നില്ല. വാടകയും വളരെ തുച്ഛമായ വാടക, ദിവസം ₹1 വെച്ച് മാസത്തിൽ ₹30. അത് തന്നെ അവരുടെ അടുത്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. പിന്നെ പലതരത്തിലുള്ള ഭീഷണികളും. ഞാൻ 23 വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്യായിരുന്നു. ആ സമ്പാദ്യം കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്, ഒരു സ്ഥാപനമാണ്, അത് ബിൽഡിംഗാണ്. വർഷങ്ങൾക്ക് മുൻപ് പ്രതിമാസം ₹30 നിരക്കിലാണ് മുസ്ലിം ലീഗിന് കെട്ടിടം വാടകയ്ക്ക് നൽകിയത്. പ്രതിവർഷം വാടക ഇനത്തിൽ നിശ്ചിത ശതമാനം വർദ്ധിപ്പിച്ചു നൽകാനും അന്നത്തെ ഉടമ്പടിയിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. കെട്ടിട ഭാഗം വിട്ടു നൽകണമെങ്കിൽ വലിയ തുക നൽകണമെന്ന് ലീഗ് പ്രാദേശിക ഘടകം ആവശ്യപ്പെട്ടതായും ഉടമ പറഞ്ഞു. ₹1,00,000 കൊടുക്കാം. കാരണം ഇവിടുത്തെ കുഴപ്പങ്ങൾ വേണ്ട, ഇവിടുത്തെ കോടതിയിൽ പോയി കേസുകളൊന്നും വേണ്ട എന്നുള്ള നിലക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിഞ്ഞു പോട്ടെ എന്നുള്ള നിലക്ക് ₹1,00,000 കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. പക്ഷേ അവർ ഇപ്പോൾ ആവശ്യപ്പെടുത്തി ₹20,00,000 വേണമെന്നാണ്. ലീഗ് നേതൃത്വത്തിനും മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലും പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് കെട്ടിടമുടമയുടെ തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.